രാജ്യം ഷൗക്കത്ത് സംസാരിക്കുകയാണ് അവിടെ. രസമുള്ള കാഴ്ചയാണ്. മാത്രമല്ല വലിയ സൗഹൃദമുള്ളവരാണ്. വളരെ സന്തോഷമായിട്ട് രണ്ടുപേരും പരസ്പരം ആശംസിക്കട്ടെ, വിജയാശംസകൾ അല്ലേ? ഓക്കെ. ഇവർ തമ്മിൽ നേരത്തെ വലിയ സൗഹൃദമുള്ളവരാണ്. ഷൗക്കത്തിൻ്റെ അടുത്ത സുഹൃത്താണ് സ്വരാജ്, സ്വരാജിൻ്റെ അടുത്ത സുഹൃത്താണ് ഷൗക്കത്ത്. അത് രചനാപരമായും എഴുത്തുപരമായും ദേഷ്യപരമായും ഒക്കെ ഒരു വേവലെന്ത് ഉള്ളവരാണ്. അപ്പോൾ ആ രീതിയിലുള്ള സൗഹൃദമൊക്കെ അവർ തമ്മിലുണ്ട്. സാഹിത്യവും കലയൊക്കെ രണ്ടുപേർക്കും ഉണ്ട്. അതെ അതെ, കലാകാരന്മാരാ. രാവിലെ ചില ബൂത്തുകളിൽ ചെറിയ ക്യൂ ഉണ്ടായിരുന്നു. എന്നാലും വലിയ വോട്ടർമാർക്ക് വല്ലാതെ നിന്ന് മുഷിയുന്ന തരത്തിലുള്ള ക്യൂ എവിടെയും കണ്ടില്ല. ഞാൻ പോയ ബൂത്തുകളിലും കണ്ടില്ല. ചെറിയ ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ വോട്ടിംഗ് ആരംഭിക്കുന്ന സമയത്ത് പരിചയക്കുറവുകൊണ്ടോ മറ്റോ ഒക്കെ ചിലയിടങ്ങളിൽ സാവധാനത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നിരുന്നത്. ഞാൻ വിചാരിക്കുന്ന കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് അത് കുറേ കൂടി വേഗത്തിലാവുമെന്നാണ് കരുതുന്നത്. എന്നാൽ പല ബൂത്തിൽ ക്യൂ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊരു മഴ പെയ്തപ്പോൾ തിരക്ക് കുറയുന്ന ഒരു സ്ഥിതിയും വന്നു. എന്നാലും നല്ലതുപോലെ പോളിംഗ് നടക്കുന്ന അനുഭവമാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഓരോ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലല്ല, പെട്ടെന്ന് സന്ദർശിക്കുമ്പോഴുള്ളൊരു വിവരം വെച്ച് നല്ലതുപോലെ പോളിംഗ് നടക്കുന്നതായിട്ടാണ്. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യട്ടെ. 100% പോളിംഗ് വരുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണ്ണമാവുക. നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാം. ചില ബൂത്തുകളിലൊക്കെ ചില യന്ത്ര തകരാറുകളൊക്കെ പറയുന്നുണ്ട് തുടക്കത്തിൽ. ഞാൻ പോയ ബൂത്തുകളിൽ അങ്ങനെ ഒരു പരാതി വന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു കൈകാര്യം ചെയ്യുന്നതിലുള്ള ചെറിയ പ്രയാസങ്ങളായിരിക്കും. പക്ഷെ അതെല്ലാം പരിഹരിക്കപ്പെട്ടതാണ്. ഗൗരവമായ അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ഞാനിപ്പോൾ കടന്നുപോയ ബൂത്തുകളിൽ എവിടെയും കണ്ടിട്ടില്ല. ഓക്കെ, ശരി. അപ്പോൾ എം സ്വരാജും ആര്യാടൻ ഷൗക്കത്തും തമ്മിൽ കണ്ട് ഹസ്താനം ചെയ്ത് ചിരിച്ച് പരസ്പരം എന്ന് പറഞ്ഞാൽ ഇത് ആത്മാർത്ഥമായ ചിരി തന്നെ. രണ്ട് ശത്രുക്കൾ കണ്ടുമുട്ടി എന്നുള്ള പാട്ട് അല്ലല്ല. മാത്രമല്ല അടുത്ത സൗഹൃദം സ്വരാജും പറഞ്ഞിട്ടുണ്ട്, അടുത്ത സൗഹൃദം ഷൗക്കത്തും പറഞ്ഞിട്ടുണ്ട്. അവരുടെ സൗഹൃദത്തിന്റെ വിവരങ്ങളുമായി ബിപിൻ സി വിജയൻ ചേരുന്നു. ബിപിൻ സി വിജയൻ, പറയൂ. SKN അതൊരു സുന്ദര കാഴ്ചയായിരുന്നു. LDF-ന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികൾ അവർ കണ്ടുമുട്ടി, അവർ ഹസ്തദാനം നടത്തി, പരസ്പരം ചിരിച്ച് കൈകൊടുത്ത് അവർ പിരിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ എം സ്വരാജും മടങ്ങുന്നത്. 184 ബൂത്തിലായിരുന്നു ആര്യാടൻ ഷൗക്കത്തിനും കുടുംബത്തിനും വോട്ടുണ്ടായിരുന്നത്. അവർ വോട്ട് ചെയ്യാനായിട്ട് എത്തിയതായിരുന്നു, ബൂത്ത് സന്ദർശിക്കാൻ എത്തിയതായിരുന്നു LDF സ്ഥാനാർത്ഥി എം സ്വരാജ്. അവിടെ വെച്ചിട്ടായിരുന്നു അവർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടായത്. അത് ഒരു മനോഹരം എന്ന് തന്നെ പറയാവുന്ന ഒരു കാര്യമാണ് നടന്നത്. അല്പസമയത്തിനായി തന്നെ ഇപ്പോൾ എല്ലാ ബൂത്തുകളും സന്ദർശിക്കുക എന്നുള്ളത് തന്നെയാണ് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ യന്ത്ര തകരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഉടൻ തന്നെ പരിഹരിച്ചിട്ടുണ്ട്. അങ്ങനെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം ഇതുവരെയും എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ഒരു മാസമായി നിലനിൽക്കുന്ന ആ ഒരു പ്രചാരണത്തിന്റെ ചൂട് അത് ഈ ഒരു തെരഞ്ഞെടുപ്പ് ദിവസവും പരമാവധി ആളുകളെ ബൂത്തിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ആദ്യത്തെ ഘട്ടത്തിലൊക്കെ നമുക്ക് നല്ല ആളുകളെ കാണുന്നുണ്ട്. എല്ലാ ബൂത്തുകളിലും അത്യാവശ്യം നല്ല തിരക്ക് കാണുന്നുണ്ട്. മഴയാണെങ്കിൽ പോലും ആളുകൾ വരുന്നു എന്നുള്ളതാണ്. അത് ഇവരുടെ ആ ഒരു പ്രചാരണത്തിന്റെ ആ ഒരു ശക്തി അത് നമുക്ക് ഈ തിരഞ്ഞെടുപ്പ് ദിവസവും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ പേരും ഈ തൊഴിലിനൊക്കെ പോകുന്ന രാവിലെ തന്നെ ജോലിക്ക് പോകേണ്ട ആളുകളാണ് അതിരാവിലെ വരുന്നത്. വൈകിട്ടാവുമ്പോഴേക്കും ഇതുപോലെ തന്നെ വൈകുന്നേരവും ഒരു നല്ല തിരക്കുണ്ടാവും. അതിന്റെ ഇടയിൽ ഒരു മന്ദഗതി ഉണ്ടാവാറാണ് സാധാരണയുള്ളത്. 76% വോട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്രാവശ്യം അത് എത്രയിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. അപ്പോൾ വോട്ടിംഗ് ശതമാനം കുറയുകയാണ് എന്നുണ്ടെങ്കിൽ അത് UDF-ന്റെ ഭൂരിപക്ഷത്തെ ബാധിക്കും എന്നുള്ളത് ഇപ്പോൾ അബ്ദുൾ വഹാബ് MP 24-നോട് പറഞ്ഞിരുന്നു. ഒപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, PV അൻവർ വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് LDF-നായിരിക്കും ക്ഷീണം ചെയ്യുക. ഒപ്പം PV അൻവർ 10,000-ഓളം വോട്ട് പിടിക്കാൻ വരെ സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി ലീഗിന്റെ MP ആയിട്ടുള്ള അബ്ദുൾ വഹാബ് പറഞ്ഞു വെക്കുന്നു. അത്തരത്തിലൊരു കണക്ക് ഇപ്പോൾ PV അൻവർ പിടിക്കുന്ന ഇതിന്റെ കണക്ക് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു MP പറയുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കൂടുതലായിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് ഓരോ സ്ഥാനാർത്ഥികളും പോവുകയാണ്. 10 മണിയോട് കൂടിയാണ് BJP സ്ഥാനാർത്ഥി വോട്ട് രേഖപ്പെടുത്താനായി ചുങ്കത്തറയിലുള്ള മാർത്തോമ കോളേജിലേക്ക് എത്തുന്നത്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ നിലമ്പൂർ ടൗണിലാണ്. നിലമ്പൂർ ടൗണിനെ സംബന്ധിച്ച് നിലമ്പൂർ ടൗണ് LDF ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ വോട്ട് ശേഖരിക്കാൻ പറ്റുമോ? വിവരങ്ങൾ നൽകിയത്.